പൊറോട്ടയുടെ ഒപ്പം ഇത്രയധികം ടേസ്റ്റുള്ള വേറെ കറി ഉണ്ടോ എന്ന് ഡൗട്ടാണ് കേട്ടോ. പൊറോട്ട മാത്രമല്ല, ചോറിൻ്റെ ഒപ്പം ഈ കറി അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ മെയിൻ കാരണം ഇതിൻ്റെ ഈ തിക്ക് ഗ്രേവി തന്നെയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കുന്ന നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് വലിയ ഉള്ളി, അതായത് സവാള, ഒരു 3 സവാള മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുത്ത് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അത് നല്ലപോലെ വഴണ്ട് ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി കഴിയുമ്പോൾ അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കാം. അടുത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കളയുമ്പോൾ അതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, അതായത് നോർമൽ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. പൊടികൾ അടിപ്പിടിക്കാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം തക്കാളി, ഒരു 2 തക്കാളി മിക്സിയിൽ അടിച്ചെടുത്ത് അത് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാ സാധനവും അടിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഈ കറി ഇത്ര തിക്നെസ് വരുന്നത്. അതിനുശേഷം അതിലോട്ട് കുറച്ച് വാളംപുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ കറി ഒന്ന് ലൂസാക്കി എടുക്കണം. അതിന് ആവശ്യത്തിന് വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ വല്ലാണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ ആ കറിയുടെ തിക്നെസ് പോകാൻ സാധ്യതയുണ്ട്. ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നടച്ച് വെച്ച് ഒന്ന് തിളയ്ക്കാൻ വിടണം. അപ്പം നമ്മളെ കറി നല്ലപോലെ തിളച്ച് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ മീനെടുത്തിരിക്കുന്നത് ചൂരയാണ്. അതിനുശേഷം മീനിട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നൊരു മണം വരുന്ന കിടിലൻ മണമായിട്ടാണ് വരുന്നത്. അത് നിങ്ങൾക്ക് പൊറോട്ടയുടെ ഒപ്പമൊക്കെ ട്രൈ ചെയ്യാം. ചോറിൻ്റെ ഒപ്പമൊക്കെ അന്യ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, ഒരു കമൻറ്റും ചെയ്യുക.